കുഞ്ഞിച്ചോ മിനസൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ്റെ സീസൺ 5 എപ്പിസോഡ് 29 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, കഴിഞ്ഞ 2 ദിവസം എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത 2 കല്യാണങ്ങളുണ്ടായിരുന്നു. സോ 2 ദിവസം അവിടെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്. ഞാൻ എന്തായാലും പഴയ പോലെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ചുരുക്കം പറഞ്ഞാൽ 3 എപ്പിസോഡും കൂടെ കഴിഞ്ഞാൽ ദി ബിഗിനിങ് ഓഫ് ദി ഇന്ത്യ ഒഫീഷ്യലി എൻഡ് ആകുന്നതായിരിക്കും. അത് കഴിഞ്ഞ നേരത്ത് ബ്ലാക്ക് ക്ലൗഡിൻ്റെ റിമൈനിങ് ഉള്ള എപ്പിസോഡ്സും അതേപോലെ അത് കഴിഞ്ഞ് നാനോ മെഷീനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പേജ് റെക്കമെൻഡ് ചെയ്യാനും മറക്കേണ്ട. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം ആർത്തറും വേരിയായിട്ടുള്ള ആ ഒരു ഫൈറ്റ് കഴിച്ചിരുന്നു. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആർത്തർ പറയുന്നുണ്ട്, എന്നെ പിടിച്ച് ഒരു ക്ലാസ് റൂമിൽ ഫോഴ്സ്ഡ് ആയിട്ട് ഇരുത്തിയിരിക്കുന്ന പോലെ ഉണ്ട്. കാര്യം അവൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ക്ലാസ് റൂം പോലെ തന്നെ എല്ലാവരും ബഹളമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്ത് തന്നെ അൽനീസ് പറയുന്നുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ആർത്തർ, നീ എന്തിനാണ് ലൈറ്റിംഗ് മാജിക് യൂസ് ചെയ്തത്? നിനക്ക് അവിടെ എർത്ത് മാജിക്കലായിരുന്ന മോസ്റ്റ് ബെനിഫിഷ്യൽ. അത് മാത്രമല്ല നിന്റെ ഫയർ സ്പെൽസ് ഒക്കെ സ്ട്രോങ് ആണ്, പക്ഷേ അത് അൺനെസസറി ഉള്ള മാനലി കൊണ്ട്. പിന്നെ നിനക്ക് റിവേറ്റ് ചെയ്യുമായിരുന്നു. നിന്റെ ഫെമിലിയർ അഫിനിറ്റീസ് മാത്രമേ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും ഹെസ്റ്ററും ബഹഡും ക്യാമസും ഒരേപോലെ ബഹളം വെക്കാൻ നേരത്ത് അൽനീസ് പറയുന്നുണ്ട്, ഓരോരുത്തരായിട്ട് പറയും. ഇത് കേൾക്കാൻ നേരത്ത് അവരെല്ലാവരും ഒന്ന് ഞെട്ടി. എൽഡർ ക്യാമസ്, താങ്കൾ തന്നെ ആദ്യം പറയൂ. ഓക്കെ, നീ നിന്റെ വിൻ സ്പെൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെയാണ്, പക്ഷേ നിന്റെ ആപ്ലിക്കേഷൻ വളരെ സർഫസ് അല്ല ലെവലാണ്. നീ നിന്റെ വിൻഡ് യൂസ് ചെയ്ത് ലൈറ്റിംഗ് സ്പിയറിനെ പുഷ് ചെയ്യാൻ നോക്കാതെ അതിൻ്റെ അകത്തേക്ക് നീ അതിനെ കൊണ്ടുപോവാ. നിനക്ക് നിന്റെ വിൻഡ് എലമെന്റിനെ സ്പിന്നിങ് ഫോഴ്സിലേക്ക് മാറ്റിക്കൊണ്ട് നിന്റെ യഥാർത്ഥ എലമെന്റിനെ സ്ട്രെങ്തനും അതേപോലെ പിയേഴ്സിംഗും ആക്കാൻ പറ്റും. അത് മച്ച് മോർ മാൻ എന്ന് യൂസ് ചെയ്യത്തില്ല. ഓ, അങ്ങനെ ചെയ്യല്ലേ. ഈ സമയത്താണ് അവൻ പറയുന്നത്, കാര്യം അത് എലമെന്റിന്റെ നേച്ചർ കാരണമാണ്. ലൈറ്റ്നിങ് എന്ന് പറയുന്നത് കണ്ടെയ്ൻ ചെയ്യാനും ഷേപ്പ് ചെയ്യാനും കുറച്ച് പാടാണ് ഫയറിനെ അപേക്ഷിച്ച് നോക്കാനായിട്ട്. അതേ സമയത്ത് തന്നെ അതൊരു അറ്റാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും മോർ എഫിഷ്യൻറ്റും ലൈറ്റ്നിങ് തന്നെയാണ്. സോ ഞാൻ ചെയ്യുന്നത് ഫയറിനെ ഒരു ഷേപ്പാക്കി മാറ്റിയതിന് ശേഷം അതിനെ ലൈറ്റ്നിങ് കൊണ്ട് കോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്കാട്ടെ ഭയങ്കര വലിയ അറ്റാക്ക് കൂടിയായിരുന്നു. ആ അഡ്വാൻസിന് എന്തായാലും താങ്ക്സ്. സോ നമ്മൾ രണ്ടുപേരും ഒരേ സൈഡിൽ തന്നെയാണ്. പക്ഷേ എങ്കിലും അവൻ്റെ ബ്രദറിനെ കൊന്നത് അത് ഞാനല്ലേ. ഈ സമയത്ത് ലേഡി വെറി പറയാനുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ കൺട്രോൾ വളരെ കൂടുതലാണ്. എന്നാൽ ഒരു ഒപ്പോണന്റ് എന്ന രീതിയിൽ നീ നിന്റെ ഐസ് യൂസ് ചെയ്യുന്നത് മേർലി ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ്. അത് പ്രിൻസസ് കാതലിനും കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് കാതലും പറയുകയും ചെയ്യും, അത് വളരെ ശരിയാണ്. ആബ്സോല്യൂട്ട് 0 ഒഴിച്ച് ബാക്കി എല്ലാ ഐസ് ബേസ്ഡ് അറ്റാക്കും ആർത്തർ ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റിംഗ് മാജിക്ക് അതിൻ്റെ പുറകെ യൂസ് ചെയ്യാറുമുണ്ട്. ഞാൻ അത്രയും പ്രെഡിക്റ്റബിൾ ആയിരുന്നു. നിന്റെ സ്പീഡും സ്പെൽ ചാനലിങ്ങും എല്ലാം ഷോർട്ട് കമ്മിങ് ആണ്. പക്ഷേ അത് മാത്രം പോരാ, ഒരു യുദ്ധത്തിൽ നീ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നെ ഡിഫീറ്റിലേക്ക് മാത്രമേ അത് നയിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചധികം സമയം കടന്നുപോയി. ഈ സമയത്ത് എമിലി പറഞ്ഞുണ്ട്, ഞാൻ ശരിക്കും ക്ഷീണിച്ച്. പിന്നെ അല്ലാതെ 2 ലാൻസും കമൻഡർ വീറിനും ബാക്കിയുള്ള എല്ലാവരും കൂടി നടത്ത് ഇവിടെ ശ്വാസം പൊട്ടുന്നുണ്ട്. ഡി 3 ലാൻസും ട്രീ. നിന്റെ ചേട്ടനും ഒരു ലാൻസാണ്. ഓ അതിനു മുമ്പ് ചേട്ടൻ എൻ്റെ ചേട്ടനല്ലായിരുന്നാ? എന്തായാലും ഞാൻ പോയാണ്. നന്നായിട്ട് ഇരുന്ന് കഷ്ടപ്പെടല്ലേ ലാൻസ് ചേട്ടാന്ന് പറഞ്ഞിട്ട് തന്നെ കളിയാക്കുന്നുണ്ട്. എടി കുറുമ്പി, ജനറൽ ആർത്തർ, താങ്കളുടെ സിസ്റ്റർ താങ്കൾ വെച്ച് നോക്കാറുണ്ട് ശരിക്കും ഡിഫറൻ്റ് ആണല്ലോ. ശരിയാണ്, അവൾ ഞങ്ങളുടെ അച്ഛനെ പോലെയാണ്. അപ്പോൾ താങ്കളോ അമ്മേനെ പോലെയാണോ? എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ രണ്ടുപേരെയും പോലെയല്ല. അത് കൊള്ളാലോ. അവർ 2 പേരും അല്ലാതെ താങ്കൾ പിന്നെ ആരെപ്പോലെയാണ്? ഈ സമയത്ത് ആർത്തറിന് ഉത്തരവൊന്നുമില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു എമിലി കൂർക്കം വലിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. എമിലി, അയ്യോ ഞാൻ ഉറങ്ങിയൊന്നുമില്ല. എന്നോട് ക്ഷമിക്ക്. നിനക്ക് എൻ്റെ ഡയറ്റിനെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ട്രെയിനിങ് സെക്ഷനിൽ ഞാനും ക്യൂരിയസ് ആണ് ആ സ്പെൽസിൻ്റെ മെഷേഴ്സിനെ പറ്റി. ഇവിടെ നമ്പേഴ്സ് കൊണ്ട് വലിയ ഉത്തരവൊന്നും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. ഞാൻ എന്തായാലും ഒരു അസിസ്റ്റൻ്റെ സഹായത്തോടു കൂടി കുറച്ചധികം കാര്യങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു ഈ ആർട്ടിഫാക്ട് യൂസ് ചെയ്ത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ബാക്കിയുള്ള എല്ലാം ഞാൻ ഗ്യാദർ ചെയ്തിരുന്നു. അപ്പോൾ FPയുടെ കാര്യമാണല്ലോ നീ പറയണത്. അപ്പോൾ എന്നെ വെച്ച് കമ്പയർ ചെയ്തെടുത്ത് ബാക്കിയുള്ളവർ എക്സാക്ട്ലി കമ്പയർ ചെയ്യുകയാണെങ്കിൽ FP വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആ സമയത്ത് ഇത് കേൾക്കുന്ന ക്യാമസ് പറയുന്നുണ്ട്, അപ്പം ഞങ്ങൾ 4 പേർക്ക് ആർക്കായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്? അത് ഞാൻ തന്നെയാണ്. അത് കൊള്ളാം ബഹഡ്. ഞാൻ ഈ റൂമിലുള്ളപ്പോൾ നീ സ്ട്രോങ്ങർ ആകാനോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ എന്തായാലും ശരിക്കും ലക്കിയാണ്. നിങ്ങളെപ്പോലെ ഇത്രയും ടാലൻ്റുള്ള മേഴ്സുമായിട്ട് എനിക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. എന്തായാലും എല്ലാവർക്കും എന്നെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവനോട്ട് അവൻ്റെ തല കുമ്പിടുന്നുണ്ട്. കുരിപ്പേ, അതൊക്കെ വേണം. ആ ടൈമിൽ ക്യാമസ് പറയും, ശരിയാണ്, നീ ശരിക്കും ലക്കിയാണ്. ഇതെല്ലാം കേട്ടോണ്ട് അവരവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാനെടുത്ത ഡിസിഷൻ കറക്റ്റ് തന്നെയാണ്. എനിക്ക് ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആൻഡ് സിൽവിയും അവളുടെ ലിമിറ്റ്സ് ഒക്കെ ഓവർകം ചെയ്യുന്നുണ്ട്. ഞാൻ പലരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ബാറ്റിൽ ഐഡിയാസ് ഒക്കെ നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ എൽഫിന്റെ ക്യൂനെയാണ്. ഗിഡിയൻ, ട്രെയിൻ അപ്ഡേറ്റ്സിനെ പറ്റി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആ ലാൻഡ്ഷിപ്പ് ട്രെയിനെ പറ്റി നന്നായിട്ട് തന്നെയുണ്ട്. അത് യൂസ് ചെയ്യുന്നിടത്ത് നമ്മുടെ ഓൾഡ് ക്യാരേജ് വെച്ച് കമ്പയർ ചെയ്യുന്നിടത്ത് 20 തവണ സപ്ലൈസ് നമുക്ക് ഒറ്റയടിക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.
അല്ല ആ പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സോ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് ബ്ലാക്കിന്റെ വാലിന്റെ ഇടയിലൂടെ അല്ലേ? സോ അത് ആലക്രൻസ് എനിമി കണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യത്തില്ലേ? അതെ, അത് ഞാനും വിചാരിച്ചിരുന്നു. അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമല്ലേ? അതെ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാനും ജനറൽ ആർത്തറും അവിടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സൊല്യൂഷനും കണ്ടെത്തിയിരുന്നു. സൊല്യൂഷനോ? അത് മറ്റൊന്നുമല്ല. ദേ ഇതാണ്. ഈ ട്രെയിനെ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ആയിരിക്കും കൊണ്ടുപോകാനായിട്ട് വരുന്നത്. അല്ല, അങ്ങനെ ചെയ്യുന്നിടത്ത് ഈ കോസ്റ്റ് ശരിക്കും എക്സ്പെൻസീവ് ആയിട്ട് പോകത്തില്ലേ? കിങ് ലേഡിയർ അതിനെ അങ്ങനെ നടന്ന മറ്റൊരു പെർസ്പെക്റ്റീവിലായിട്ട് കണ്ടു നോക്ക്. ഈ പ്രൊജക്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി 3 കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നത് സപ്ലൈ ആണ്, രണ്ടാമത് നടക്കുന്നത് മാനാബിസിനെ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നമാണ്, ആൻഡ് മൂന്നാമതായിട്ട് ഈ കൺട്രിയിൽ വളർന്നു വരുന്ന പോവർട്ടി നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഈ സമയത്ത് ബെറിയൻ ചാടി കയറി പാറുന്നുണ്ട്. പോവർട്ടിയോ? നീ എന്തുവാണ് ഈ പറഞ്ഞത്? ഇതൊരു യുദ്ധമാണ്. യുദ്ധത്തിന് സമയത്ത് അങ്ങനെ പലതും സംഭവിക്കുമായിരിക്കും. മിണ്ടാതിരി. ആദ്യം ജനറൽ ആർത്തർ പറഞ്ഞ് തീർക്കട്ടെ. എങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരാം. ബിസിനസ് എന്ന് പറയുന്നത് പ്രോഫിറ്റിന് വേണ്ടി മാത്രമാണ്, ആൻഡ് ആ പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത് അതിന്റെ ഓണേഴ്സിനായിരിക്കും. ലോവർ ക്ലാസ്സിലുള്ളവർക്കും ഈ പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ക്യൂൻ ഗ്ലേഡിയർ, താങ്കൾക്ക് അറിയുന്നതാണല്ലോ ബാക്കിയുള്ള സിറ്റീസിന്റെ റിപ്പോർട്ട്സ്. ഇപ്പൊ അവിടെ നന്നായിട്ട് തന്നെ ടാക്സ് ഉയരുന്നുണ്ട്. ഈ ടാക്സ് ഒക്കെ ഉയരാൻ നേരത്ത് പാവപ്പെട്ടവർ എന്ത് ചെയ്യുന്നതാണ് താങ്കൾ ഈ പറയുന്നത്? അല്ല, അത് ഞങ്ങളുടെ നെക്സ്റ്റ് ടോപ്പിക് ആയിരുന്നു. അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്, കോസും എഫക്റ്റും. ഈ യുദ്ധം കൂടിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഈ ഡെയിലി ലൈഫിലുള്ള ചെലവും നന്നായിട്ട് തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം സപ്ലൈസും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതേ സമയം ജോലി കിട്ടാത്തതായിട്ട് കഷ്ടപ്പെടുന്ന കുറേയധികം കുടുംബങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഈ ട്രെയിൻ പ്രൊജക്ട് യൂസ് ചെയ്ത് അവർക്കൊക്കെ ഒരു ജോബ് കൊടുക്കണമെന്നാണ്? അതെ, അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. അണ്ടർഗ്രൗണ്ട് പാത്ത് എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് കുറച്ചധികം ഫ്യൂ എർത്ത് മേഴ്സിനെ കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത് മാത്രം പോരാ, നോർമൽ വർക്കേഴ്സും ഇവിടെ ആവശ്യമുണ്ട്. അവർക്ക് ജോലി കൊടുത്തുകൊണ്ട് കൺസ്ട്രക്ഷനും മെയിൻ്റനൻസും നമുക്കിവിടെ നടത്താനായിട്ട് പറ്റും. അതെന്തായാലും നല്ലൊരു ഐഡിയ തന്നെയാണ്. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സ്ലേവ്സിനെ യൂസ് ചെയ്യല്ല. കോസ്റ്റ് എഫക്റ്റീവ് അല്ലേ അത്? സ്ലേവ്സിനെ യൂസ് ചെയ്യാം, പക്ഷേ അവർക്ക് അധികം സ്കില്ല് കാണത്തില്ല. കിങ് ലേഡിയർ, നമ്മൾ ഈ ട്രെയിനെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് മാത്രം കാണാതെ നമ്മൾ വരാൻ പോകുന്ന ഒരു ഇറയുടെ ഒരു പുതിയ തുടക്കമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം മാറാൻ പോകുന്നതാണ്. ഓൾറെഡി ഇത് നമ്മളെ തെളിയിച്ചതാണ്. ലേബേഴ്സും ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ മാജിക് യൂസ് ചെയ്ത് തന്നെ ഷിപ്സും ബാക്കിയുള്ള കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതും അതുപോലെ തന്നെ നോക്കിയാൽ പോരെ? അത് തന്നെയാണ് പറയാനുള്ളത്. ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞ് ഒട്ടും നിസ്സാരമല്ല. എൻ്റെ സ്കിൽ യൂസ് ചെയ്ത് എനിക്കിതും ഇനിയും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ളവരെ സഹായിക്കാനായിട്ട്, ബാക്കിയുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്കിവിടെ നികത്താനായിട്ട് സാധിക്കും. പിന്നെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുത്തുകൊണ്ട് ഇത് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാനോ ഇതൊരു അർജന്റ് പ്രൊഡക്റ്റ് ആക്കി മാറ്റണമെന്നാണ് ഞാനിവിടെ അഭ്യർത്ഥിക്കുന്നത്. അത് കഴിയുമ്പോൾ അവിടെ ഒരു വോട്ട് നടക്കുന്നുണ്ട്. ആൻഡ് വോട്ടിൽ കൂടുതൽ വോട്ട് കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊജക്ട് അവർ കൈകാര്യം ചെയ്യുകയും ചെയ്യും. പിന്നെ അവിടെ സംസാരിച്ച് പോളിസിയും ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അതേപോലെ തന്നെ സ്ലേവ് ലേബറിനെ അവിടെ ബാൻ ചെയ്യുന്നുണ്ട്. ഗിഡിയൻ എന്തായാലും എനിക്ക് വിശ്വാസമാണ്, അവനെന്തായാലും ഈ പ്രൊജക്ട് നന്നായിട്ട് തന്നെ ചെയ്തോളൂ. ആൻഡ് ഈ ഒരു സമയത്ത് ഈ ഒരു പുതിയ ഇറ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് എനിക്ക് കിട്ടിയ അറിവുകൾ കൊണ്ട് ഈ ലോകത്തിനെ മാറ്റാൻ പറ്റുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആലക്രയുള്ള യുദ്ധം നന്നായിട്ട് തന്നെ മുന്നിലേക്ക് പോകുന്നുണ്ട്. സോ ഈ ഒരു നോളജ് വെച്ചുകൊണ്ട് എൻ്റെ ഈ നാടിനെ ഞാൻ മാക്സിമം തന്നെ ഡിഫെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ സഹായിക്കാൻ നോക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആ ഒരു ഫ്ലൈയിങ് ക്യാസിലാണ്. പിന്നെ നമ്മൾ കാണുന്നത് ബഹുവിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഐസ് പ്രത്യക്ഷപ്പെട്ടതാണ്. പക്ഷേ ബഹുവാട്ടെ അത് പൊട്ടിച്ചുകൊണ്ട് ക്യാതലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ക്യാതലിൻ കറക്റ്റ് സമയത്ത് ഐസ് യൂസ് ചെയ്ത് അതാട്ടെ അവിടെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും അവിടെ വാപ്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ചേട്ടന് ഞാൻ എല്ലാം ചെയ്തു തന്നെയല്ലേ? പിന്നെ നീ എല്ലാം ഒറ്റക്ക് ചെയ്യുന്നവരാണ് നീ പറയുന്നത്. എൽഡർ ക്യാമസ്, ഒരു കാര്യം ചെയ്ത് നെക്സ്റ്റ് റൗണ്ടിൽ ഇവന്റെ ബോധം കെടുത്തണം കേട്ടാ. അതിനു മുമ്പ് ആർത്തർ, ഒരു കാര്യം എനിക്ക് നിന്നെ കാണിക്കണമെന്നുണ്ട്. നീ ഒരു പഞ്ച് ചെയ്തേ. പഞ്ചോ? അതൊരു പഞ്ച് ചെയ്. നിനക്കൊരു കാര്യം പറഞ്ഞു തരാം. അല്ല, ജസ്റ്റ് ഒരു പഞ്ച് ചെയ്താൽ മതിയോ? അതുപോലെ ഒരു അജൂമിനേറ്റഡ് പഞ്ച് വേണം ചെയ്യാനായിട്ട്. നീ നിന്റെ എനിമീസിനെ ഫൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു കയ്യിൽ വേണം നീ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ റെഡിയാണ്, ചെയ്തോളെന്ന് പറഞ്ഞെടുത്ത് എങ്കിൽ പിന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ആർത്തട്ടെ അവൻ്റെ പവറൊക്കെ എടുത്തുകൊണ്ട് ഒരു കിടിലൻ പഞ്ച് അങ്ങോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ക്യാമസിന്റെ കൈ വരെ ആ ഒരു പഞ്ച് എത്തിയില്ല. പെട്ടെന്ന് ക്യാമസിന്റെ കൈ കയറി പിടിച്ചിട്ട് പറയും ചെയ്യും, ഹലോ. അതെന്താണ്? അവിടുത്തെ എയർ മൂവ് ചെയ്ത പോലെ എനിക്ക് തോന്നി. നീ ശരിക്കും ബുദ്ധിമാനാണ്, നീ അത് ഫിഗർ ചെയ്തല്ലോ. ഫിഗർ ചെയ്തെന്നോ? താങ്കൾ എന്നാണ് ആ വിൻഡ് യൂസ് ചെയ്ത് എൻ്റെ പഞ്ച് സ്ലോ ചെയ്തോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നീ തന്നെ ഒന്ന് ഉത്തരത്തിനെ പറ്റി ആലോചിച്ച് നോക്ക്. നമ്മൾ ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ എനിക്കിത് തോന്നിയില്ല. പക്ഷേ നീയും ജനറൽ വേറെ ഉള്ള ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൺവിൻസ് ആയെന്നോ? എനിക്കൊന്നും അറ്റാക്ക് ചെയ്യാവോ? പിന്നെന്താ ചെയ്തൊന്നും പറഞ്ഞിട്ട് ആർത്തർ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്, വീണ്ടും ആർത്തർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു തവണ പോലും അത് അതിൻ്റെ അടുത്ത് പോലും ചെയ്യുന്നില്ല. മാന തിയറി പ്രകാരം 2 എലമെന്റ്സ് കൊളൈഡ് ചെയ്യുന്ന നേരത്ത് അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകാനുള്ള വീക്കർ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ എയർ പ്രഷർ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർത്തർ അറ്റാക്ക് ചെയ്ത് നേരത്ത് അത് ക്യാമസിൻ്റെ കയ്യിൽ കൊള്ളുന്നുണ്ട്. സോ നീ ഇത് മനസ്സിലാക്കിയല്ലേ? താങ്കൾ എയർ പ്രഷർ യൂസ് ചെയ്ത് അവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ കൈനെ സ്ലോ ചെയ്ത് നീ വിയർഡായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ നിനക്ക് പ്രാക്ടിക്കലി കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്കൾ ശരിക്കും ബ്രില്യൻ്റ് ആണ്. പക്ഷേ അത് താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുത്തത്? ഞാൻ എന്താണ് ഇതിനു മുമ്പ് ഓർത്തെടുക്കാഞ്ഞത്? ആർത്തർ, നീ ഇപ്പോൾ മനസ്സിൽ പറഞ്ഞത് ഞാൻ എന്താണ് ഇതുവരെ അത് ഓർത്തെടുക്കാഞ്ഞതല്ലേ? അതും താങ്കൾക്ക് മനസ്സിലായോ? അത് തന്നെ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഹെസ്റ്ററും ബഹഡും പ്രിൻസസും പിന്നെ ഞങ്ങളെല്ലാവരും നീയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഓരോ എലമെന്റ്സ് യൂസ് ചെയ്താണ്. ആ എലമെന്റ്സിനെ നീ സ്റ്റഡി ചെയ്തുകൊണ്ട് നിന്റെ ഫൈറ്റിംഗ് സ്കിൽസ് ബെറ്റർ ആക്കാനല്ലേ നീ നോക്കുന്നത്? അത് തന്നെ.
പക്ഷേ അത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നവും. നിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞത് ശരിക്കും ഒഫൻസീവ് ആണ്. നീ ഡിഫെൻഡ് ചെയ്യുന്നിടത്ത് ഇമ്മീഡിയറ്റ്ലി ശരിക്കും കോർ എനർജി യൂസ് ചെയ്തുകൊണ്ട് നല്ല ഹാർഡായിട്ടുള്ള രീതിയിലാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ആ ഒരു ബ്ലേഡ് ടൊർണാഡോ ബാക്കിയുള്ള കാര്യങ്ങളും അതെല്ലാം നീ യൂസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ആർത്തർ, എനിക്ക് പറയാനുള്ളത്, നീ ഒരു 11 മാസ്റ്റർ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ അതിന്റെ സബ് ഉള്ള ടൈറ്റിൽസും നീ നന്നായിട്ട് തന്നെ നോക്കിയിരിക്കണം. അത് വിസിബിൾ ആയാൽ മാത്രമേ നിനക്ക് എന്റെ എനിമീസിനെ കൊല്ലാനും അല്ലെങ്കിൽ ആ ഒരു 11 യൂസ് ചെയ്ത് മുന്നേറാനും സാധിക്കത്തുള്ളൂ. ഈ താഴത്തുള്ള ഈ പാടുകൾ കണ്ടോ, ഇത് ബഹഡും പ്രിൻസുമായിട്ടുള്ള ഫൈറ്റിന്റെ ഇടയ്ക്ക് വന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. ഈ സമയത്ത് തന്നെ ബഹഡിന്റെ നേരെ കുറച്ചധികം അറ്റാക്സ് വരുന്നുണ്ടെങ്കിലും അവനവിടെ പെട്ടെന്ന് പിടിച്ചു നിൽക്കുന്ന നേരത്ത് ആ ഫ്ലോർ ഫുള്ളി ക്രാക്ക് ആവുന്നുണ്ട്. അത് എർത്ത് ഇമേജസിന്റെ മാസ്റ്റർ ചെയ്യാനുള്ള ഒരു കഴിവാണ്. അവരുടെ നേരെ ഒരു അറ്റാക്ക് വരാൻ നേരത്ത് ആ പവറിനെ അവർ ചാനൽ ചെയ്തുകൊണ്ട് എർത്തിലേക്ക് അയക്കും. സോ ഒരു അറ്റാക്കിന്റെ പവർ കുറയുന്നതാണ്. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നീയും ചെയ്യേണ്ടത്. നീ സത്യം പറഞ്ഞാൽ എന്നെക്കെട്ട് ഹയർ പൊസിഷനിലാണ്. ഞാൻ നിന്നെ ലെക്ചർ ചെയ്യുന്നത് കുറച്ച് റൂഡാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഒരു കാര്യം പറയല്ലോ, നിന്റെ എലവൻസ് ഒക്കെ അടിപൊളിയാണെങ്കിലും നിനക്ക് അതിന്റെ സബ് ഐഡിയാസ് ഒന്നും തന്നെയില്ല. നീ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന നേരത്ത് എപ്പോഴും ഒറ്റക്കൊറ്റക്കുള്ള ഫൈറ്റാണ് മെയിൻലി നോക്കുന്നത്. അതിന്റെ പ്രീവിയസ് അല്ല ബാറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ നിന്റെ സ്പെൽസും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നീ ഓരോ അറ്റാക്ക് ചെയ്യുന്നിടത്തും എൻഹാൻസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നിടത്ത് നീ എൻഹാൻസ് ചെയ്ത് അതെല്ലാം ഒഴിഞ്ഞു മാറാനും നോക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നീ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന എനിമീസ് അങ്ങനെ ആയിരിക്കത്തില്ല. സോ ജനറൽ, ഞാൻ ഈ പറയുന്നത് താങ്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അധികം സമയം താങ്കൾക്കില്ല. അതെല്ലാം താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആർത്തർ അവന്റെ റൂമിലേക്ക് പോയതാണ്. ആ, നീ ഇന്ന് ശരിക്കും ഓണാണല്ലോ. കുഴപ്പമില്ല, ട്രെയിൻ ചെയ്യുന്നത് ശരിക്കും ബോറിംഗ് ആണ് ഒറ്റക്കായതുകൊണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഈ മാൻ എക്സ്ട്രാക്ട് ചെയ്യാൻ നേരത്ത് നിനക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? പ്രശ്നങ്ങളൊന്നുമില്ല, അതെന്തായാലും സ്മൂത്ത്ലി പോകുന്നുണ്ട്. ഓ, എനിക്കും അങ്ങനെ പറയാൻ പറ്റുന്നേക്കുള്ളായിരുന്നു. ഞാനതെല്ലാം പ്രോഗ്രസ് ചെയ്യുമായിരിക്കും. സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊരു പ്രോഗ്രസ് ഉണ്ട്. എന്തോ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അല്ല ഇതെന്താണ് സംഭവിക്കുന്നത്? ആർത്തർ, നീ പേടിക്കാതെ, നീ എന്താന്ന് നോക്ക്. നീ നിന്റെ റൂമിൽ തന്നെയാണ്. പെട്ടെന്ന് ആർത്തർ കണ്ണു തുറക്കാൻ നേരത്താണ്, അല്ല ഞാനിത് എവിടെയാണ്? അല്ല, ഇതാരാണ്? നിനക്ക് സംസാരിക്കാം. ഞാനാണത് പറഞ്ഞത്. ഞാൻ കാരൻ, ബ്ലഡ് ഓഫ് ദി വെയിൽ, താങ്കളുടെ ഫ്രണ്ടിൽ ഹംബ്ലി റിക്വസ്റ്റ് ചെയ്യുവാണ് താങ്കളുടെ ഗൈഡൻസിന് വേണ്ടി. വെയിലോ? നീ ഒരു വിട്രൻ ബ്ലഡാണെന്ന് എനിക്കറിയാം. നിന്റെ ആൻസസ്റ്റേഴ്സും നന്നായിട്ട് എന്നെ സെർവ് ചെയ്തിട്ടുണ്ട്. നിന്റെ റോബൊന്ന് റിമൂവ് ചെയ്തേ. എനിക്കിപ്പോഴല്ലേ മനസ്സിലായത്, ഇതെല്ലാം യൂട്ടോയുടെ മെമ്മറിയാണ്. ആ സമയത്ത് അവൻ്റെ ഉടുപ്പ് അവന് ഉരുന്നുകൊണ്ട് അവേക്കൻ ചെയ്തതിൻ്റെ ഒരു മാർക്ക് കാണാൻ സാധിക്കും. 2 ക്രസ്റ്റും ഉണ്ട്. നീ എന്തായാലും നിസാരക്കാരനല്ല. ഈ സമയത്ത് തന്നെ അവൻ പറയുകയും ചെയ്യും, എനിക്ക് യൂട്ടോനെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അവൻ ശരിക്കും ഇംപ്രസ്ഡ് ആണ്. കാരണം ഈ ഒരു ക്രസ്റ്റ് അൺലോക്ക് ചെയ്തു. പക്ഷേ അതേസമയം തന്നെ അവൻ ശരിക്കും ഡിസപ്പോയിന്റഡ് ആണ്. കാര്യം ഇത് രണ്ടും ബോത്ത് ഡിഫെൻസീവുള്ള മാജിക് ആണ്. നിന്റെ ലോയാലിറ്റിക്കും നേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കും എല്ലാവർക്കും നന്ദി. നിന്റെ ലോയാലിറ്റി ഞാൻ കണ്ടിരിക്കുന്നു. ലാസ്റ്റ് ബാറ്റിൽ നീ സെഹർ ക്ലാനിന്റെ എതിരെ ഫൈറ്റ് ചെയ്തത് ഞാൻ നന്നായിട്ട് തന്നെ കണ്ടിരിക്കുന്നു. സോ ഞാൻ റിട്ടേണർ ഓഫ് ദി ക്രിസ് ഓഫ് വ്രിട്ട നിനക്ക് ഒരു കാര്യം ഗ്രാൻഡ് ചെയ്യുവാണ്. ഒബ്സിഡിയൻ വാൾട്ട് നിനക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും. അത് നിനക്കൊരു എംബ്ലം പോലെ കൊണ്ടു നടക്കാനും പറ്റും. ഇതെല്ലാം കേൾക്കാൻ നിർത്ത് അവൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അവൻ വിറക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ അലറുന്നുണ്ട്. വെച്ചോറിന്റെയും ആലക്കരുടെയും ഗ്ലോറിക്ക് വേണ്ടി. ഈ സമയത്ത് ഇത് കേൾക്കാൻ നിർത്ത് അവൻ്റെ പുറകിലുള്ള എല്ലാവരും അത് തന്നെ അലറും. വെച്ചോറിന്റെയും ആലക്കരുടെയും ഗ്ലോറിക്ക് വേണ്ടി, വെച്ചോറിന്റെയും ആലക്കരുടെയും ഗ്ലോറിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് എല്ലാവരും അലറുന്നുണ്ട്. ആ സമയത്ത് ആർത്തർ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് കോപ്പ് ഈ ഫ്രണ്ട് തന്ന ഈ അലോക്രേറ്റ് എൻ്റെ മാനം മുഴുവൻ ഇതിൻ്റെ അകത്തിട്ട് അബ്സോർവ് ചെയ്ത് ഇത് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ. ഞാൻ എങ്ങനെയാണ് ഇവിടുന്ന് ഒരു വൈറ്റ് കോറിലേക്ക് എത്തുന്നത്? ഇതെല്ലാം അബ്സോർവ് ചെയ്തുകൊണ്ട് യൂട്ടോയുടെ മാനെ അബ്സോർവ് ചെയ്തുകൊണ്ട് ഫ്രണ്ട് എന്തുമായിരിക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? എങ്ങനത്തെ വെപ്പണായിരിക്കും അവൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? അവൻ എന്തായാലും ചെയ്യുന്ന കാര്യങ്ങൾ അറിയാമെന്ന് വിശ്വസിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.